ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പൊക്കെ കോളായി പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല. നമ്മൾ പോയത് വരെയുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വയനാട് ചുരം എത്തിയിട്ടുണ്ട്. ചുരം കഴിയാറായിട്ടോ, ലാസ്റ്റ് ചുരമാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇതിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവിടെ ഒന്നും നമ്മൾ പിന്നെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൃഗങ്ങളെ മീൻസ് മാനിനെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ കുറേ ആനിമൽസ് ഉണ്ടാവും എന്നൊക്കെ കേൾക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ കുറേ ആനിമൽസിനെ കണ്ടു. എന്ത് ഭംഗിയല്ലേ കാട് കാണാൻ, അള്ളാന്റെ ഓരോ സൃഷ്ടി അല്ലേ. എന്ത് ഭംഗിയായിട്ടാണ് അവർ ഓരോ മരങ്ങളും കാടും അതുപോലെ പുല്ലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മളിതാ രണ്ട് കാടിന്റെ നടുവിലായിട്ട് ഇതാ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കാരണം എന്തെങ്കിലും ആനിമൽസിനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുരങ്ങനെ നമ്മൾ സാധാരണ ചുരൊക്കെ കയറി വരുമ്പോൾ കാണലുണ്ട് കേട്ടോ. അതാ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. എന്താ അതിന്റെ വലിപ്പം, വലിയ കാട്ടുപോത്ത് ഒന്നൊന്നല്ല കേട്ടോ, അതിന്റെ ഉള്ളിലായിട്ട് കുറേ എണ്ണുണ്ടേ. പിന്നെ അതാ മയിലിനെ കണ്ടു. കുറേ പ്രാവശ്യം കുറേ സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ മയില്. നമ്മൾ സൂലൊക്കെ പോകുമ്പോഴാണല്ലോ ഇതുപോലത്തെ ആനിമൽസിനൊക്കെ കാണാറ്. അപ്പൊ നമ്മൾ കാട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു സന്തോഷാണ് അല്ലേ. പിന്നെ അതാ അടിപൊളി ആനകളുണ്ട്. പിന്നെ വേറെയും കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. നല്ല അടിപൊളി കൊമ്പനാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഇവിടെയോ അപ്പൊ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും ആനിമൽസിനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാനുകളെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. പിന്നെ അതാ മയില്, വേറെ മയില്, പിന്നെ ആനയുണ്ട് അവിടെ, പിന്നെ പന്നി ഉണ്ട് കേട്ടോ. ആ കാണുന്ന ചെറുതൊക്കെ പന്നികളാണ്. മരത്തിന്റെ മുകളിലായിട്ട് അതാ മയിലിരിക്കുന്നുണ്ട്. കുറേ മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ, കൂട്ടം കൂട്ടായിട്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് കാടിന്റെ നടുവിലൂടെ ഒരു യാത്ര കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.